അപ്പോൾ ചായൻ്റെ അടുത്ത് വാട്സ് യുവർ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും 4 മണിക്ക് ചായ കുടിച്ചതാ, 7 മണിയാകുമ്പോൾ ഒന്നും വേണ്ട വിശക്കണില്ലെന്ന് പറയും. അങ്ങനത്തെ ടൈപ്പ്. നമ്പർ 18 ഹോട്ടൽ എനിബഡി ക്യാൻ സ്റ്റാൻഡ് അപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ 18 ഹോട്ടൽ ഫോർട്ട് കൊച്ചി, കേരള. ഞാൻ മഹേഷ് സുരേഷ്, സ്ഥലം തൃശ്ശൂരാണ്. നിങ്ങളെല്ലാവരും ഒരു സ്ഥലത്താണോ പഠിക്കുന്നത്? ഒരു കോളേജിലാണോ എല്ലാവരും? ഓക്കെ, അപ്പോൾ 2 കോളേജാണല്ലേ. നേരത്തെ ഞാൻ ആരോ പറയണ കേട്ടു, ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടി എൻ്റെ ശബ്ദം വിനയ് ഫോർട്ടിനെ പോലെ ഉണ്ട്, അങ്ങനെയുള്ളൊരു ശബ്ദം. അപ്പോൾ പിന്നെ ആരോ പറഞ്ഞു ജോസഫ് എന്ന കുട്ടീനെ പോലെ ഉണ്ടെന്ന്. ഇതാണ് നമ്മുടെ ഒരു വേറെ പ്രത്യേകത. നമ്മുടെ ഈ മലയാളികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുള്ള കാര്യം മുഖത്ത് നോക്കി പറയും, പക്ഷെ പറയേണ്ട ആളെ മുഖത്ത് നോക്കിയിട്ടല്ല, തൊട്ടപ്പുറത്തിൻ്റെ ആളുടെ മുഖത്ത് നോക്കിയിട്ടാണ് മാത്രം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ സിപ്പ് ഇടാണ്ടാ നിൽക്കണേ നിങ്ങൾ വിചാരിക്കും. അപ്പം നിങ്ങൾ അങ്ങോട്ട് ഇടുമ്പോൾ പറയും എടി ആ ഫ്രണ്ടിൽ സ്റ്റേജിൽ നിൽക്കണ ചേട്ടൻ സിപ്പ് ഇട്ടിട്ടില്ല, എന്നോടൊന്ന് പറഞ്ഞാൽ മതി, ആ പ്രശ്നം അവിടെ തീർന്നു. പക്ഷെ ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങളങ്ങനെ പറയില്ല എന്ന് മാത്രം. കുട്ടിയുടെ പേരെന്താ? എന്താ? വിശാല. കുട്ടിയുടെ പേര് സന. അമൽദേവ്. ഇപ്പം നമ്മൾ ഇപ്പം അമൽദേവ് ആണെങ്കിൽ ഇപ്പം ദേവ് എന്ന് വിളിക്കാം. നമ്മൾ മല്ലൂസ് ആണെങ്കിൽ നമ്മൾ ഏടെ ആൾക്കാരാ, ഇൻ ദ സെൻസ് മറ്റേ അല്ല. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അമലിനാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താ വിളിക്കുക? അമലേ, അമലേട്ടാ. ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ തന്നെ ഇപ്പം എന്താ പറയണത്? എന്താ മോനെ. ഇതൊക്കെ ഒരു ടിപ്പിക്കൽ മലയാളീസിൻ്റെ ഒരു സംഭവം. അപ്പം എൻ്റെ വീട്ടിലുണ്ട് ഇതേപോലത്തെ കുറച്ച് മലയാളീസ്. എൻ്റെ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ ലോകേഷ് കനകരാജിൻ്റെ പോലെയാണ്. അറിയാലോ നിങ്ങൾക്ക് ലോകേഷ് കനകരാജ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലോകേഷ് കനകരാജിൻ്റെ മൂവീസ് എല്ലാം ഫ്ലാഷ് ബാക്ക് ഉണ്ടാവും. ഇപ്പം എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛൻ പെട്രോൾ അടിക്കാനൊരു 100 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഫ്ലാഷ് ബാക്ക് ഇറക്കും. 1970 കാലഘട്ടങ്ങളിൽ ഞാൻ നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളാണ് ഇറക്കുക. പല ഫ്ലാഷ് ബാക്ക് കേൾക്കുമ്പോൾ ഞാൻ തന്നെ ആശ്ചര്യച്ച് പോയിട്ടുണ്ട്. യേശു ക്രിസ്തുവിനേക്കാൾ കൂടുതൽ മുള്ളും കല്ലും നിറഞ്ഞ വഴിയിലൂടെ എൻ്റെ അച്ഛൻ സഞ്ചരിച്ചിട്ടുണ്ടാകും. പിന്നെ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മ ആ സൈഡിൽ മൂലയിൽ ഇരിക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ മുമ്പ് വന്നതാണ്. എക്സ്ക്യൂസ് മീ. ഇല്ല ആരുമില്ല, അവിടെ ആരുമില്ല. ഇതാണ് മലയാളികളുടെ ഒരു വേറെ പ്രത്യേകത. ഒരു മലയാളിനെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. തൊട്ടിപ്പുറത്തൊരു മലയാളിയെ നിൽക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും. അപ്പം എൻ്റെ അമ്മേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കോടീശ്വരൻ അങ്ങനത്തെ ഒക്കെ ഓരോ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവില്ല, നമുക്ക് ഓൾമോസ്റ്റ് ഫേമസ് ആണ്. ഇപ്പോൾ ഞാനൊരു ദിവസം വെറുതെ കറക്കുത്തി പറഞ്ഞു ഇതിൻ്റെ ആൻസർ സി ആ, അത് കണ്ടറിയാമെന്ന് പറഞ്ഞു. അൺഫോർച്യുനേറ്റ്ലി എന്തോ ഒരു കറക്റ്റ് ഉത്തരം വന്നു കറക്കുത്തിയാണെങ്കിലും. അമ്മേൻ്റെ അടുത്ത് പിറ്റേ ദിവസം 1 കിലോ PSCയുടെ ബുക്ക് കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇവിടെ നിൽക്കേണ്ടവരല്ല, നീ PSC ഒക്കെ പഠിച്ച് ഭയങ്കര ജോലി ഉണ്ടാ. അപ്പം നമ്മൾ ആ സമയത്ത് പാപ്പാ സലാം കാശ്മീർ ആ സമയത്തിലേക്ക് നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ പിന്നെയുള്ളത് അനീത്തിയാണ്. അനീത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഉപയോഗമില്ല, പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഉപയോഗം വന്നു തുടങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് അവൾ ഗേൾസ് ഓൺലി കോളേജിലാണ് പഠിക്കണത്. സ്വാഭാവികമായി നമ്മൾ ഗേൾസ് ഓൺലിയിലൊക്കെ പഠിക്കുമ്പോൾ അവളിങ്ങനെ ഓരോ പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ സ്റ്റാറ്റസും സ്റ്റോറീസൊക്കെ ഇടും. അപ്പോൾ എല്ലാ വട്ടവും ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ റിപ്പീറ്റായി വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ആ കുട്ടിയോട് ചെറുതായിട്ട് ക്രഷ് തോന്നി. വീട്ടിൽ പറയാൻ പറ്റില്ല, നാണക്കേടാവും. അപ്പോൾ എന്തോ രോഗിച്ചും വൈദ്യം കൽപ്പിച്ചതും പാടുന്നുള്ള രീതിയിൽ ആ കുട്ടിയുടെ ബർത്ത്ഡേ വരുന്ന സമയത്ത് അവളുടെ ആ കൂട്ടുകാരിത്തിയുടെ കുറച്ച് ഫോട്ടോ എൻ്റെ അനിയത്തി എനിക്ക് അയച്ചു തന്നു. ഒന്ന് എഡിറ്റ് ചെയ്ത് ബർത്ത്ഡേ ഒന്ന് കളറാക്കി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ നൈസായിട്ട് ഞാനത് എഡിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാനൊരു തേർഡ് പാർട്ടി പോലെയായിരുന്നു. ഇപ്പോൾ ഫ്ലിപ്കാർട്ടൊക്കെ പോലെ ഡയറക്റ്റായി. ഇപ്പോൾ ഞാനും ആ കുട്ടിയും തമ്മിൽ ഭയങ്കര ചാറ്റായി. അപ്പോൾ മെല്ലെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവളുടെ ക്ലോസ് ഫ്രണ്ട്സ് ലിസ്റ്റിലൊക്കെ ഞാൻ വന്നു തുടങ്ങി. അങ്ങനെ അവൾ കുറച്ചും കൂടി ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ട് പേഴ്സണലായിട്ട് അയച്ചു തന്നിട്ട് പറഞ്ഞു ഇതും കൂടി ഒന്ന് എഡിറ്റ് ചെയ്ത് തരുമോ, എനിക്ക് അന്നത്തെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുത്തു. അവളുടെ സെക്കൻഡേയും 3rd ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ പിന്നെയുള്ള എൻ്റെ ചേട്ടനാണ്. എൻ്റെ അമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ തൊട്ടപ്പുറത്തുള്ള ആൾക്കാരെയോ അവരൊരാൾക്കാരും നല്ല റോൾ മോഡലാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ സ്വന്തം ചേട്ടനാണ്. അപ്പോൾ ചേട്ടന് നമ്മൾ കാണുന്നത് അരിക്കൊമ്പൻ്റെയൊക്കെ ഒരു പരിപാടി സംഭവം പോലെയാണ്. കാരണം ഫുഡ് കഴിക്കണ കാര്യത്തിലോ തടിയിലോ ഒന്നല്ല. നമ്മുടെ സർക്കാർ കുറച്ച് വർഷം മുമ്പ് അരിക്കൊമ്പന് ഈ മയക്ക് വെടിയും വെച്ച് കൊടുത്ത് കുറച്ചാളെയും അരിക്കൊമ്പ് അഡിക്റ്റായി. ഡെയിലി ഒരു 3 മയക്ക് വെടി കിട്ടിയില്ലെങ്കിൽ ഓണാവില്ല. അതേപോലെയാണ് ചേട്ടന് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഇതേപോലെ കൊടുത്ത് ചേട്ടൻ അങ്ങനെ പറ്റാത്ത രീതിയായിപ്പോൾ അച്ഛൻ പറഞ്ഞു മല്ലൂസ് ഇല്ലാത്ത സ്ഥലത്ത് പോയി പഠിച്ചോ, കേരളത്തിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഒന്നും നോക്കിയില്ല ചേട്ടൻ കാനഡ പോവാം, അവിടെ മലയാളികൾ തീരില്ലല്ലോ, ഒന്നും നോക്കിയില്ല കാനഡയ്ക്ക് പോകേണ്ടതായി.
അപ്പോൾ IELTS-ൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ചേട്ടൻ ഇംഗ്ലീഷ് അറിയില്ല. ഇപ്പോൾ ചേട്ടൻ്റെ അടുത്ത് വാട്സ് ഒരു നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും 4 മണിക്ക് ചായ കുടിച്ചതാ, 7 മണിയാകുമ്പോൾ ഒന്നും വേണ്ട വിശക്കണില്ലെന്ന് പറയും. അങ്ങനത്തെ ടൈം. അപ്പോൾ IELTS-ൻ്റെ സംഭവം ചേട്ടൻ പുറത്തൊന്നും പോയി പഠിക്കണില്ല, ഗൂഗിൾ ചെയ്ത് പഠിക്കാന്നുള്ളൊരു സെറ്റപ്പായിരുന്നു. അപ്പോൾ ഗൂഗിൾ ചെയ്ത് പോകുമ്പോൾ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് വരുന്നത്. ഇപ്പോൾ ഐ എം ഗോയിങ് ടു സിങ് എ സോങ് എന്ന് വെച്ച് അടിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മലയാളം വരുന്നത് ഞാൻ എൻ്റെ പാട്ടിന് പോവാണ്. അങ്ങനെ ആ ചേട്ടൻ ആ പരിപാടി ക്യാൻസൽ ചെയ്തു. പിന്നെ എൻ്റെ വീട്ടിലുള്ളത് എൻ്റെ മുത്തശ്ശിയാണ്. മുത്തശ്ശി എന്ന് പറയുമ്പോൾ നമ്മുടെ ശിവേട്ടൻ്റെ പോലെ സാന്ത്വനത്തിലെ ശിവേട്ടൻ അറിയില്ല നിങ്ങൾക്ക്? സാന്ത്വനത്തിലെ 2 കട്ടിൽ കിടന്നാലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവുന്നതാണ് ശിവേട്ടൻ്റെ ഒരു തിയറി. അപ്പോൾ മുത്തശ്ശിയും അങ്ങനെ ഭയങ്കര പ്രാർത്ഥനയാണ്. മുത്തശ്ശിയാണ് അന്ന് മോദിജിക്ക് കത്തയച്ചത്. മറ്റേ കൊറോണ വന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്ത് മറ്റേ പാത്രം കൊട്ടി അടിച്ചു കഴിഞ്ഞാൽ അസുഖം മാറും, എല്ലാവരും അങ്ങനെ ചെയ്യണം, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു LJP ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പോലെയാണ്. അപ്പോഴും ഞാൻ ഡയറക്ടറൊന്നുമല്ല. ഇപ്പോൾ റീസെൻ്റ്ലി മലയക്കോട്ട് വാലിബൻ ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ വിമർശിച്ചു, ഒരുപാട് ആൾക്കാർക്ക് ഫിലിം ഇഷ്ടമായില്ല. പക്ഷേ LJP എന്താ പറഞ്ഞത്, പുള്ളി അത് സമ്മതിച്ചില്ല. അതുപോലെയാണ് ഞാനും. എനിക്കറിയാം ഞാനൊരു ഭൂലോക ദുരന്താണുള്ളത്, പക്ഷെ ഒരിക്കലും ഞാനത് സമ്മതിച്ചില്ല. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ന്യൂജൻ ഫിലിംസൊക്കെ പോലെയാണ്. ഫിലിം ഇറങ്ങിക്കഴിഞ്ഞ് കറക്റ്റ് 6 മണിയാകുമ്പോൾ വനിതാ തിയേറ്ററിൽ സക്സസ് സെലിബ്രേഷൻ ഉണ്ടാവും. പ്രൊഡ്യൂസറിൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ടാവും സക്സസ് സെലിബ്രേഷൻ സമയത്ത്. എന്നാലും പടം ഹിറ്റായെന്ന് അവർ പറയാം. അതുപോലെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഒക്കെ സമയത്ത് കേക്ക് മുറിക്കുന്ന സമയത്ത് അച്ഛൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. പക്ഷെ അത് പറഞ്ഞിട്ടില്ല, സക്സസ് സെലിബ്രേഷൻ ആ രീതിയിലാണ് അവരതിനെ കാണുന്നത്. അപ്പം ഇത്രയൊക്കെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ മലയാളിയുടെ ക്വാളിറ്റീസൊക്കെ ഉള്ള ആൾക്കാരാണോ നിങ്ങളെങ്കിൽ നിൽക്കൊന്ന് കൈയടിക്കാം. ഈ പറഞ്ഞ മലയാളീസിൻ്റെ ഒക്കെ ക്വാളിറ്റീസുള്ള ആൾക്കാർ കൈയടിക്കാത്തവരാണ് യഥാർത്ഥ മലയാളികൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു മലയാളിയുടെ ഉയർച്ചയിൽ ഒരൊറ്റ മലയാളി സപ്പോർട്ട് ചെയ്യില്ല ഒരു രീതിയിലും. അതാണ് കറക്റ്റ് മലയാളികളുടെ സ്വഭാവം. നമ്പർ 18 ഹോട്ടൽ എനിബഡി ക്യാൻ സ്റ്റാൻഡപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ 18 ഹോട്ടൽ ഫോർട്ട് കൊച്ചി, കേരള. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.